ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളായി ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. കാരണം എന്ന് പറയുന്നത് എനിക്ക് കോളേജ് തുറന്നു. അപ്പോൾ എനിക്ക് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ അങ്ങനെ സമയം കിട്ടാതെയായി. അപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് 2 ദിവസത്തെ വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്റ്റഡി വ്ലോഗും കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ജേണൽ എഴുതുന്ന വീഡിയോയും കാണിക്കുന്നുണ്ട്. ഞാൻ ഡിഗ്രിക്ക് വേണ്ടിയിട്ട് മാത്സ് ആണ് സബ്ജക്റ്റായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മേജറായിട്ട് വരുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് മാത്സ് ആണ്. അപ്പോൾ നമ്മുടെ കോളേജിൽ മേജറായിട്ടുള്ള മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റും അതുപോലെ തന്നെ മൈനറായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റും പഠിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒക്ടോബർ മാസത്തിൽ ഇൻറ്റേർണൽ എക്സാം വരും, നവംബറിൽ സെമസ്റ്റർ എക്സാം വരും. അപ്പോൾ അത് പഠിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കോളേജിൽ ജൂലൈ 13 ആയപ്പോൾ തന്നെ ക്ലാസ് തുടങ്ങി. പക്ഷേ അപ്പോഴൊക്കെ 2 ആഴ്ച ബ്രിഡ്ജ് കോഴ്സായിരുന്നു. +2, +1, +2 നമ്മൾ എന്താണോ പഠിച്ചത് അതിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരാഴ്ച പഠിപ്പിച്ചിട്ട് ടെസ്റ്റ് പേപ്പർ ഇട്ട് അത് വാല്യൂ ചെയ്യാണ് ചെയ്തത്. അതിനുശേഷം ഒരു ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കൊക്കെ ആയപ്പോഴാണ് നമുക്ക് പഠിപ്പിച്ച് തുടങ്ങിയത്. നമ്മൾ ഡിഗ്രിക്കെന്ന് പറയുമ്പോഴത്തേക്കും +1, +2 പോലെ ചാപ്റ്റർ വൈസ് ആയിട്ടല്ല നമ്മൾ പഠിക്കുന്നത്, ഓരോ മൊഡ്യൂൾ അനുസരിച്ചാണ് പഠിക്കുന്നത്. ഇപ്പോൾ മാത്സിൽ തന്നെ ഫസ്റ്റ് സെമസ്റ്ററിൽ 5 മൊഡ്യൂളുണ്ട്, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിലും ഫസ്റ്റ് സെമസ്റ്ററിൽ 5 മൊഡ്യൂളുണ്ട്. അങ്ങനെ ഓരോ സബ്ജക്റ്റിലും ഓരോ സെമസ്റ്ററിൽ 5 മൊഡ്യൂൾ വീതമായിരിക്കും, ചിലപ്പോൾ 4 മൊഡ്യൂളായിരിക്കും കാണുന്നത്. അപ്പോൾ നമുക്ക് +1, +2 ടെക്സ്റ്റ് ബുക്ക് ഇതിന് ഇന്ന ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞുണ്ടായിരുന്നു. പക്ഷേ ഡിഗ്രിക്കാണെങ്കിൽ ഇതിന് ഇന്ന ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞ് കാണത്തില്ല. ഓരോരുത്തരും ഇറക്കുന്ന ടെക്സ്റ്റ് ബുക്കായിരിക്കും. അതിൽ ഓരോ പോർഷൻസും പല പല സ്ഥലത്തായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ റെഫർ ചെയ്ത് പഠിക്കാൻ പറ്റത്തില്ല. കോളേജിൽ തരുന്ന നോട്ട്സ് വെച്ച് പഠിക്കാനേ പറ്റൂ. ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്ത് പഠിക്കാം, പക്ഷെ അതിനുള്ള സമയം കാണത്തില്ല. നമുക്ക് കോളേജിലെ നോട്ടും സ്റ്റാറ്റിസ്റ്റിക്സിൽ തരുന്ന നോട്ടും അതുപോലെ തന്നെ മാത്സ് അവിടെ തരുന്ന നോട്ടും പഠിക്കാനുള്ള ടൈമേ കിട്ടൂ. നമുക്ക് ടോട്ടൽ 6 സബ്ജക്റ്റാണ് പഠിക്കാനുള്ളത്. ഒന്നെന്ന് പറയുന്നത് മേജർ മാത്സ്, 2 മൈനർ, അത് ഞാൻ സ്റ്റാറ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ മൈനർ രണ്ടാമത്തെ മൈനറായിട്ട് എടുത്തിരിക്കുന്നത് ഫിസിക്സാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇംഗ്ലീഷ്, മലയാളം, പിന്നെ ഒരു MDC കോഴ്സ്, അത് ഞാൻ സ്റ്റാറ്റിൻ്റെ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇപ്പം അറിയാമല്ലോ, FYUGP പ്രോഗ്രാമാണ്. നമുക്ക് 6 വേണമെങ്കിൽ 6 ഡിഫറെൻറ്റ് പേപ്പർ എടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് പേപ്പറുകൾ മാറ്റുകയും ചെയ്യാം. ഇപ്പോൾ കാണിക്കുന്ന ക്ലിപ്സ് ഞാൻ പിറ്റേ ദിവസം എടുത്തതാണ്. പിറ്റേ ദിവസം രാത്രി ഒരു 8:30 മണിയോടെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഒരു ജേണലാണ് എഴുതുന്നത്. അപ്പോൾ ആദ്യം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് 3rd ഇയേഴ്സിൻ്റെ ഒരു ട്രീറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് കാർഡ് തന്നിരുന്നു, മുട്ടായി തന്നിരുന്നു, ഒരു പെൻസിൽ തന്നിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്നിവിടെ എൻ്റെ മെമ്മറി ജേണലിൽ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ബുക്ക്, ആ ജേണൽ എഴുതുന്ന ബുക്ക് തന്നെ എടുത്തിട്ട് അതിനകത്ത് ജസ്റ്റ് ഒരു കോട്ടായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്.